2017 റിലീസായ സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയാണ് ലൈഫ്. ചൊവ്വയിൽ ജീവനുണ്ടോ എന്നറിയാൻ അവിടെ നിന്നുമുള്ള സോയിൽ സാമ്പിളുകൾ ശേഖരിച്ചു വരുന്ന പിൽഗ്രിം എന്ന മിഷൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്ത പിൽഗ്രിം സ്റ്റേഷനിൽ നിന്നും സോയിൽ സാമ്പിളുകൾ ശേഖരിച്ച ISSൽ പിന്നീട് ഒരു മനുഷ്യനും അവശേഷിച്ചില്ല. മാത്രമല്ല ഭൂമി പോലും വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ്. എന്താണ് ആ സ്പേസ് സ്റ്റേഷനിൽ സംഭവിച്ചത്? മനുഷ്യന്റെ നിലനിൽപ്പിന് ISS ഭീഷണിയാകുമോ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീൻ മാനിയയിലേക്ക് സ്വാഗതം. എന്നും മനുഷ്യരാശി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്നത്. മനുഷ്യൻ ഒന്നിലും തൃപ്തനല്ല, അവൻ പിന്നെയും തേടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഏലിയൻ ജീവൻ ഏറ്റവും കൂടുതൽ തിരയുന്നതോ ചൊവ്വ ഗ്രഹത്തിലാണ്. അങ്ങനെ ചൊവ്വയിൽ ജീവനുണ്ടോ എന്നറിയാൻ നാസ അയച്ച മിഷനാണ് പിൽഗ്രിം മിഷൻ. ഇപ്പോൾ ആ സാറ്റലൈറ്റ് മൊഡ്യൂൾ ചൊവ്വയിൽ നിന്നും ശേഖരിച്ച മണ്ണിന്റെ സാമ്പിളുമായി തിരികെ ഭൂമിയിലേക്ക് വരികയാണ്. എന്നാൽ മിഷനിലെ മണ്ണിന്റെ സാമ്പിൾ അപകടകരമായതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവരാതെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ച് അവിടെയാണ് പരിശോധിക്കുന്നത്. കാരണം സാമ്പിളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മജീവികൾ ഭൂമിയിലെത്തിയാൽ ചിലപ്പോൾ മനുഷ്യവംശം തന്നെ ഇല്ലാതായേക്കാം. എന്നാൽ ആസ്റ്ററോയിഡ് അഥവാ ചിഹ്നഗ്രഹങ്ങളുമായുള്ള കൂട്ടിയിടിയിൽ പിൽഗ്രിം ക്യാപ്സ്യൂളിന്റെ സഞ്ചാരപാത മാറുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ക്രൂ മെമ്പറായ റോയ് സ്റ്റേഷന് വെളിയിൽ പോയി ആ സാറ്റലൈറ്റ് മൊഡ്യൂൾ നിരീക്ഷിച്ച് മൊഡ്യൂൾ ISSുമായി കണക്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ISSന് വെളിയിൽ ഒരു റോബോട്ടിക് ആമുണ്ട്. അതുപയോഗിച്ചാണ് ബാക്കിയുള്ള ISS ക്രൂവിന്റെ സഹായത്തോടെ മൊഡ്യൂൾ പിടിക്കേണ്ടത്. അങ്ങനെ സ്പേസ് സ്യൂട്ട് അണിഞ്ഞ് റോയ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി. നല്ല റിസ്ക് ഉള്ള പണിയാണ്. അങ്ങനെ അവർ നോക്കി നിൽക്കെ പിൽഗ്രിം മൊഡ്യൂൾ അങ്ങോട്ടേക്ക് വരുന്നത് അവർ ശ്രദ്ധിക്കുന്നു. അതിവേഗത്തിൽ വന്ന പിൽഗ്രിം മൊഡ്യൂളും ISSുമായുള്ള ശക്തമായ ഇടിയിൽ സ്പേസ് സ്റ്റേഷൻ നന്നായി ഒന്ന് കുലുങ്ങി. ഒരു നിമിഷത്തേക്ക് എന്തോ പ്രശ്നം സംഭവിച്ചു എന്ന് മുഴുവൻ ക്രൂവും ഭയന്നു. പക്ഷേ റോബോട്ടിക് ആം ഉപയോഗിച്ച് ഒരു വിധത്തിൽ റോയ് പിൽഗ്രിം മൊഡ്യൂൾ വിജയകരമായി പിടിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ISSലെ ആസ്ട്രോബയോളജിസ്റ്റായ ഹ്യൂഗ് ചൊവ്വയിൽ നിന്ന് ശേഖരിച്ച മണ്ണിന്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അടച്ചുപൂട്ടിയ ലാബിൽ അതീവ ശ്രദ്ധയോടെയാണ് സാമ്പിൾ പരിശോധിക്കുന്നത്. അങ്ങനെ ഫോസിലായി കിടന്നിരുന്ന ഒരു സിംഗിൾ സെൽ ഓർഗാനിസത്തിനെ അവർ ആ മണ്ണിൽ കണ്ടെത്തുന്നു. അതിന്റെ ശരീരഭാഗങ്ങൾ അയാൾ വിശദീകരിക്കുന്നുണ്ട്. ഭൂമിയിലെ കോശങ്ങൾ പോലെ തന്നെയാണ് ഈ കോശവും. അതായത് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം എല്ലാം ഇതിലും അടങ്ങിയിട്ടുണ്ട്. അയാൾ ഒരു പ്രത്യേക അന്തരീക്ഷം ആ ജീവിയുള്ള ബോക്സിൽ സൃഷ്ടിക്കുന്നു. എന്നാൽ ആ സെല്ലിന് ഒരു റെസ്പോൺസും ഇല്ല. അതായത് അതിനൊരു മൂവ്മെന്റും ഇല്ല. ഏത് തരത്തിലുള്ള അന്തരീക്ഷത്തിലാണ് ഇത് ജീവിച്ചിരുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. അങ്ങനെ ഒടുവിൽ പ്രോട്ടറോസോയിക് എർത്തിലെ അന്തരീക്ഷം പരീക്ഷിച്ചു നോക്കാൻ ഹ്യൂഗ് ശ്രമിക്കുന്നു. അതായത് കുറവ് ഓക്സിജൻ, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ്, കൂടാതെ ഗ്രോത്ത് മീഡിയമായി ഗ്ലൂക്കോസും നൽകുന്നു. ഇത്തവണ അത് വർക്ക് ചെയ്യുന്നു. ആ സിംഗിൾ സെല്ലുലാർ ജീവി മൂവ് ചെയ്യാൻ തുടങ്ങി. അതോടെ എല്ലാവരും ഹാപ്പി. കാരണം ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് ലഭിച്ചിരിക്കുന്നു. ഈ വാർത്ത ഭൂമിയിലും എത്തി. അതോടെ സ്പേസ് സ്റ്റേഷനിലെ ക്രൂ TV ഷോകളിൽ എത്തി. അങ്ങനെ ചില കുട്ടികളുടെ ഷോയിൽ എങ്ങനെയാണ് സ്പേസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതെന്നൊക്കെ അവർ വിശദീകരിക്കുന്നു. അതായത് ആസ്ട്രോനോട്ടുകൾ എങ്ങനെയാണ് ബാത്റൂമിൽ പോകുന്നത്, കുളിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ. ശേഷം ചൊവ്വയിൽ നിന്ന് ലഭിച്ച ഈ ഏലിയന് പേരിടാൻ ഒരു സ്കൂളിലെ കുട്ടിക്ക് അവസരം ലഭിക്കുന്നു. അങ്ങനെ ആ കുട്ടി കാൽവിൻ എന്ന് ഏലിയന് പേരിടുന്നു. അങ്ങനെ ഈ ഏലിയൻ ജീവിയുടെ കണ്ടെത്തലും പേരിടലും എല്ലാം ലോകം മുഴുവൻ ആഘോഷിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡോക്ടർ മിറാൻഡ ഡേവിഡിനെ പരിശോധിക്കുന്നതാണ്. നീ ഒരുപാട് കാലം ഇവിടെ തങ്ങിയിരിക്കുന്നു. 473 ദിവസം എന്നത് ഒരു മനുഷ്യായുസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. നിന്റെ അട്രോഫി കൂടിയിട്ടുണ്ട്. മാത്രമല്ല നീ നിന്റെ റേഡിയേഷൻ ലിമിറ്റിന്റെ മാക്സിമത്തിൽ എത്തിയിരിക്കുകയാണ്. നീ ഇനി സ്പേസിൽ നിൽക്കാൻ പാടില്ല. എനിക്കിവിടെ വളരെ ഇഷ്ടമാണ്. ഐ ഡോണ്ട് കെയർ മിറാൻഡ. ഞാൻ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും മറ്റും. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടം സമാധാനമുണ്ട്. അതായത് അവിടെയുള്ള വൃത്തികെട്ട മനുഷ്യന്മാരുടെ കൂടെ കഴിയുന്നതിനേക്കാൾ നല്ലത് സ്പേസിലെ ഏകാന്തതയാണ്. ആരും ഒന്നിനും നമ്മളെ ശല്യം ചെയ്യില്ല. അല്ലെങ്കിലും മനുഷ്യൻ മാത്രമാണ് നമ്മുടെ ഭൂമിയിലെ സമാധാനം ഇല്ലാതാക്കുന്നത്. വേറെ ഒരു ജീവിയും ഇത്ര ക്രൂരരോ സ്വാർത്ഥരോ അല്ല. പിറ്റേ ദിവസം ലാബിലെത്തിയ ഹ്യൂഗ് ഞെട്ടി. കാരണം കാൽവിൻ വളരെ വേഗത്തിൽ വളർന്നിരിക്കുന്നു. ഒറ്റ സെൽ മാത്രമുണ്ടായിരുന്ന കാൽവിൻ ഇപ്പോൾ 100 കണക്കിന് സെല്ലുകളായി വളർന്നു. ഈ സെല്ലുകളെല്ലാം ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ ആയിരിക്കുന്നു. ഓരോ സെല്ലിനും മറ്റൊരു സെല്ലിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുന്നു. അതായത് ഓരോ സെല്ലിനും മറ്റ് സെല്ലുകളുടെ ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ജീവിയുടെ ഓരോ സെല്ലും ബ്രെയിനായും മസിലായും കണ്ണായും പ്രവർത്തിക്കുമല്ലോ. ഇപ്പോൾ കാൽവിന് അതിന്റെ എൻവയോൺമെന്റുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള അവയവങ്ങളൊക്കെ ഡെവലപ്പായി വന്നിട്ടുണ്ട്. ഹ്യൂഗ് തന്റെ വിരൽ ഉപയോഗിച്ച് ആ ജീവിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനനുസരിച്ച് ആ ജീവിയും പല രൂപത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ ISSലെ ക്രൂ ഡിന്നർ കഴിക്കുകയാണ്. അതേസമയം എഞ്ചിനീയറായ ഷോ തന്റെ ഭാര്യയുടെ ഡെലിവറി ലൈവായി കാണുന്നു. അങ്ങനെ തന്റെ കുഞ്ഞിനെ വീഡിയോ കോളിലൂടെ നേരിട്ട് കാണാൻ ഷോയ്ക്ക് കഴിഞ്ഞു. അത് കണ്ട ISS ക്രൂ ഷോയെ അഭിനന്ദിക്കുന്നു. കമാൻഡറായ കാറ്റ് ഷോയ്ക്ക് ഒരു സ്റ്റോറി ബുക്ക് നൽകുന്നു. ഒഴിവ് സമയങ്ങളിൽ ഷോയ്ക്ക് തന്റെ കുഞ്ഞിന് കഥകൾ പറഞ്ഞു കൊടുക്കാമല്ലോ. ഡിന്നറിന് ശേഷം ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ
ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡേവിഡ് തന്റെ ബോഡി പരിശോധിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കാൽവിനെ പരിശോധിക്കുന്ന ഹ്യൂഗിനെയാണ്. കാൽവിൻ ഇപ്പോൾ അല്പം കൂടി വളർന്നു. ഇപ്പോൾ അവന് ഒരു ജീവിയുടേതായ ബോഡിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും കുഞ്ഞനാണ്. എന്നാലും അവൻ ഹ്യൂഗിന്റെ കയ്യിലൊക്കെ കയറി നടക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സ്റ്റേഷനിലെ ലാബിൽ നിന്നും അലാം ഓണാകുന്നു. റോറി വേഗം ലാബിലേക്ക് കയറുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ലാബിലെ ഒന്നിനും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടുള്ളതല്ല. ഒരു ക്ലാമ്പ് ഫെയിൽ ആയതാണ്. എന്റെ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഈ ലാബിന്റെയും സ്റ്റേഷന്റെയും സംരക്ഷണം എന്റെ ചുമതലയാണ്. പക്ഷെ എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എന്തിനാണ് ഈ ലാബിൽ ഡീൽ ചെയ്യുന്നതെന്ന് നമുക്ക് ഇനിയും അറിയില്ല. അതുകൊണ്ട് ലാബിൽ കയറുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും പ്രോട്ടോകോൾ പാലിച്ചേ മതിയാകൂ. ദിവസങ്ങൾ കടന്നുപോകുന്നു. ഇപ്പോൾ കാൽവിൻ ഇനാക്റ്റീവ് ആണ്. മിറാൻഡ കരുതുന്നത് അന്നുണ്ടായ ക്ലാമ്പ് ഫെയിലിയർ മൂലമാകാം കാൽവിൻ ഇനാക്റ്റീവ് ആയതെന്നാണ്. കാരണം അന്നത്തെ പ്രശ്നം മൂലം കാൽവിനുള്ള ബോക്സിൽ അല്പനേരത്തേക്ക് എയർ പ്രഷറിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈബർനേഷനിലേക്ക് കാൽവിൻ പോയത് അതിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം ആയിരിക്കാം. മിറാൻഡയ്ക്ക് സത്യം പറഞ്ഞാൽ സമാധാനമാണ് ഉണ്ടായത്. കാരണം അത്ര വേഗത്തിലായിരുന്നു കാൽവിന്റെ വളർച്ച. കാൽവിൻ ഇനാക്റ്റീവ് ആയിരുന്നതുകൊണ്ട് തന്നെ ഈ സമയം ഉപയോഗിച്ച് മിറാൻഡയ്ക്ക് ബാക്കിയുള്ളവരുമായി ചേർന്ന് ലാബിന്റെ സെക്യൂരിറ്റി കൂടുതൽ ശക്തമാക്കാൻ അവസരം ലഭിച്ചു. മിറാൻഡ ഹ്യൂഗിന്റെ കാല് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മിസ്റ്റേക്ക് മൂലമാണ് കാൽവിൻ ഹൈബർനേഷനിലേക്ക് പോയത്. അവൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഞാൻ കാൽവിനെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. നിന്റെ അഭിപ്രായം എന്താണ്? അത് എന്റെ ജോലിയല്ല. ഒരുപക്ഷെ ആയിരുന്നെങ്കിൽ എന്റെ ജോലി ഈ സ്റ്റേഷന്റെയും ലാബിന്റെയും പ്രൊട്ടക്ഷൻ ആണ്. കാരണം മിറാൻഡയ്ക്ക് ഇതിലൊരു അഭിപ്രായം പറയാൻ മടിയാണ്. അവളുടെ ജോലി മാത്രമേ അവൾ ചെയ്യൂ. അല്ലെങ്കിൽ അവളുടെ അഭിപ്രായം വഴി എന്തെങ്കിലും ചെയ്ത് അത് മണ്ടത്തരമായാലോ എന്ന പേടിയാകാം. ഓക്കെ, എനിക്ക് മനസ്സിലാകും. കാൽവിൻ വഴി നമുക്ക് ലൈഫിനെ പറ്റി ഒരുപാട് അറിയാൻ സാധിക്കും. അതിന്റെ ഒറിജിൻ, അതിന്റെ നേച്ചർ, ഒരുപക്ഷെ ലൈഫിന്റെ മീനിങ് പോലും. ഒരുപക്ഷെ ഒരുപാട് രോഗങ്ങൾക്കുള്ള പരിഹാരമാകാം കാൽവിൻ. അതുകൊണ്ട് തന്നെ എനിക്ക് കാൽവിനെ എങ്ങനെയെങ്കിലും ഉണർത്തണം. ഒരു ചെറിയ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കാൽവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹ്യൂഗ് തീരുമാനിക്കുന്നു. ആദ്യ ശ്രമം വിജയിച്ചില്ല. പക്ഷെ അടുത്ത ശ്രമത്തിൽ കാൽവിൻ ഉണരുന്നു. മാത്രമല്ല അവൻ പെട്ടെന്ന് ഹ്യൂഗിന്റെ കയ്യിൽ ചുറ്റിപ്പിടിക്കുന്നു. കൂടാതെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഇലക്ട്രിക് റോഡ് കാൽവിൻ ഒടിക്കുന്നു. ഹ്യൂഗ് തന്റെ കൈ പുറത്തേക്ക് വലിക്കാൻ ശ്രമിച്ചു. പക്ഷെ കാൽവിൻ വളരെ ശക്തനായിരിക്കുന്നു. ചെറിയ ജീവി ആയിരുന്നിട്ട് കൂടി വളരെ ശക്തിയിൽ അത് ഹ്യൂഗിന്റെ കയ്യിൽ പിടിച്ചു. അതുകൊണ്ട് തന്നെ ഹ്യൂഗിന് കൈ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചില്ല. ടെൻഷൻ ആയതോടുകൂടി ഹ്യൂഗിന്റെ ഹാർട്ട് റേറ്റ് കൂടാൻ തുടങ്ങി. തന്റെ ഇടത്തെ കൈയിലെ ഇലക്ട്രിക് റോഡ് ഉപയോഗിച്ച് കാൽവിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഹ്യൂഗ് ശ്രമിച്ചെങ്കിലും കാൽവിൻ അതിൽ നിന്നും പിന്മാറുന്നു. അതേസമയം കാൽവിൻ ഹ്യൂഗിന്റെ കയ്യിൽ പിടിമുറുക്കാൻ തുടങ്ങി. കൈവിരലുകൾ ഓരോന്നായി കാൽവിൻ ഒടിക്കുന്നു. ഹ്യൂഗ് വേദന കൊണ്ട് അലറി. മറ്റുള്ളവർ ഹ്യൂഗിനെ രക്ഷിക്കാൻ വേണ്ടി ലാബിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ അപകടകരമായതുകൊണ്ട് തന്നെ മിറാൻഡ അതിന് സമ്മതിച്ചില്ല. ശക്തമായ വേദനയും അതുമൂലമുണ്ടായ ഹാർട്ട് റേറ്റും എല്ലാം കൂടി ആയപ്പോൾ ഹ്യൂഗിന്റെ ബോധം പോകുന്നു. അതോടെ കാൽവിൻ ഹ്യൂഗിന്റെ പിടിവിടുന്നു. ഹ്യൂഗിന്റെ ബോഡി ഇങ്ങനെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഹ്യൂഗിന്റെ കൈ ഏതോ മെഷീനിലിട്ട് അടിച്ച് പരത്തിയതുപോലെയുണ്ട്. കൈയിലെ എല്ലുകളെല്ലാം കാൽവിൻ ഒരു പരുവമാക്കിയിരുന്നു. ബോക്സിലെ ഗ്ലൗസ് വഴി കാൽവിൻ പുറത്തേക്ക് വരാൻ ശ്രമിച്ചു. എന്നാൽ അതിന് സാധിക്കുന്നില്ല. എന്നാൽ അവർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാൽവിൻ. ആ ജീവിക്ക് നല്ല ബുദ്ധിയുണ്ട്. അവർ നോക്കി നിൽക്കുമ്പോഴേക്ക് കാൽവിൻ തിരികെ ബോക്സിലേക്ക് പോവുകയും ഉള്ളിലുള്ള പൊട്ടിയ ഇലക്ട്രിക് റോഡ് എടുത്തുകൊണ്ടുവന്ന് അതിന്റെ കൂർത്ത അഗ്രഭാഗം ഉപയോഗിച്ച് ഗ്ലൗസ് കുത്തി തുളച്ച് അതുവഴി പുറത്തേക്ക് വരുന്നു. ശേഷം ലാബിലെ ഒരു ബോക്സിൽ പരീക്ഷണത്തിനായി പൂട്ടിയിട്ടിരുന്ന എലിയെ നിമിഷ നേരം കൊണ്ട് കാൽവിൻ തിന്നു തീർക്കുന്നു. മോണിറ്ററിലൂടെ അത് കണ്ട ക്രൂ ആകെ ഭയക്കുന്നു. ഈ ജീവി മനുഷ്യന് ഭീഷണിയാണ് എന്ന് അവർക്ക് നന്നായി മനസ്സിലായി. കാൽവിൻ എലിയെ തിന്നുന്ന അവസരം ഉപയോഗിച്ച് റോറി ലാബിനുള്ളിലേക്ക് ഹ്യൂഗിനെ രക്ഷിക്കാനായി കയറുന്നു. ഹ്യൂഗിന്റെ ബോഡി പുറത്തേക്ക് എത്തിക്കുന്ന സമയത്ത് കാൽവിൻ പെട്ടെന്ന് റോറിയുടെ കാലിൽ പിടിമുറുക്കുന്നു. അതോടെ വേറെ വഴിയില്ലാതെ ഡേവിഡ് ലാബിന്റെ വാതിലടയ്ക്കുന്നു. കാരണം ബാക്കിയുള്ളവരെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. ശേഷം റോറി ഓക്സിജൻ ക്യാൻഡിൽ ഉപയോഗിച്ച് കാൽവിനെ ബേൺ ചെയ്യാൻ ശ്രമിക്കുന്നു. അതോടെ കാൽവിൻ റോറിയുടെ കാലിലെ പിടിവിടുകയും ലാബിന്റെ കോണിൽ പോയി ഒളിക്കാനും ശ്രമിക്കുന്നു. കമാൻഡർ കാറ്റ് കാൽവിനെ കൊല്ലാനുള്ള പെർമിഷൻ റോറിക്ക് നൽകുന്നു. അതോടെ റോറി ലാബിലുണ്ടായിരുന്ന ഇൻസിനറേറ്റർ ഉപയോഗിച്ച് കാൽവിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അതിനെ കൊല്ലാൻ സാധിച്ചില്ല. അതായത് തീ ഉപയോഗിച്ചിട്ട് പോലും അതിനൊരു കുഴപ്പവുമില്ല. ശേഷം റോറി കാൽവിൻ അവസാനം ഹൈഡ് ചെയ്ത ക്യാബിൻ തുറക്കുന്നു. എന്നാൽ അവിടെയും കാൽവിനെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇൻസിനറേറ്ററിലെ ഇന്ധനം ഏകദേശം തീരുന്നു. പെട്ടെന്ന് മുകളിൽ നിന്നും കാൽവിൻ റോറിയുടെ മുഖത്തേക്ക് വീഴുകയും പെട്ടെന്ന് തന്നെ വായിലൂടെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. പിന്നെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അകത്തേക്ക് കയറിയ കാൽവിൻ റോറിയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ലാബ് മുഴുവൻ റോറിയുടെ രക്തമായി മാറി. മാത്രമല്ല ഇന്ധനം പൂർണ്ണമായും തീരാത്തതിനാൽ ഇൻസിനറേറ്ററിൽ നിന്നും അല്പം തീ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ ഒഴുകി നടന്ന ഇൻസിനറേറ്റർ ലാബിലെ ഫയർ അലാം ട്രിഗർ ചെയ്യുന്നു. അതോടെ തീ അണയ്ക്കുവാനുള്ള ഗ്യാസ് ലാബിലേക്ക് ഫില്ല് ചെയ്യുവാൻ തുടങ്ങി. അതേസമയം കാൽവിൻ റോറിയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ കാൽവിൻ പിന്നെയും വളർന്നു വലുതായിരിക്കുന്നു. കാൽവിൻ ലാബിൽ നിന്നും രക്ഷപ്പെടുന്നത് തടയാനായി ഗ്യാസ് വാൽവുകൾ അടയ്ക്കാൻ കമാൻഡർ കാറ്റും ഷോയും കൺട്രോൾ റൂമിലേക്ക് പോകുന്നു. എന്നാൽ എല്ലാ വാൽവുകളും അടയ്ക്കുന്നതിന് മുന്നേ കാൽവിൻ ഒരു വാൽവിനുള്ളിലൂടെ ലാബിൽ നിന്നും രക്ഷപ്പെടുന്നു. ISS ക്രൂ റോറിയുടെ ശരീരം സ്വർണ്ണ നിറമുള്ള ഫോയിൽ കൊണ്ട് പൊതിയുന്നു. ശേഷം കമാൻഡർ കാറ്റ് നാസയിലേക്ക് സ്റ്റേഷനിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആകുന്നു. അതായത് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്ററിന് എന്തോ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭൂമിയുമായി കമ്മ്യൂണിക്കേഷൻ
കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ സ്റ്റേഷന് പുറത്തു പോയി അത് ശരിയാക്കേണ്ടി വരും. ഷോ പുറത്തു പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും കാറ്റ് ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അങ്ങനെ സ്പേസ് സ്യൂട്ട് അണിഞ്ഞ് കാറ്റ് ട്രാൻസ്മിറ്റർ ശരിയാക്കുവാനായി സ്റ്റേഷന് പുറത്തെത്തി. ട്രാൻസ്മിറ്റർ ഓവർ ഹീറ്റ് ആയെന്ന് കാറ്റ് കണ്ടെത്തുന്നു. കൂളന്റ് ചേംബർ ചെക്ക് ചെയ്ത കാറ്റ് കാണുന്നത് അത് empty ആയിരിക്കുന്നതാണ്. അതായത് കൂളന്റ് ഇല്ലാത്തത് മൂലമാണ് ട്രാൻസ്മിറ്റർ ഓവർ ഹീറ്റ് ആയത്. ഇതെങ്ങനെ സംഭവിച്ചു? കാൽവിൻ കൂളന്റ് ടാങ്കിൽ എത്താൻ വഴിയുണ്ടോ? സാധ്യതയുണ്ട്. കാൽവിൻ ഒരു കാർബൺ ബേസ്ഡ് ഓർഗാനിസമാണ്. അതിന് സർവൈവ് ചെയ്യാൻ വാട്ടർ, ഓക്സിജൻ, ഫുഡ് എന്തായാലും ആവശ്യമാണ്, നമ്മളെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ കാൽവിൻ കൂളന്റ് കുടിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് കാൽവിൻ കൂളന്റ് ചേംബറിൽ നിന്നും പുറത്തേക്ക് വന്ന് കാറ്റിന്റെ സ്യൂട്ടിൽ അറ്റാച്ച് ചെയ്യുന്നു. കാറ്റ് ആകെ ഭയക്കുന്നു. മാത്രമല്ല അതിന് സ്പേസിൽ ഒരു പ്രൊട്ടക്ഷനും കൂടാതെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവർ അന്തം വിട്ടു. കാൽവിൻ ഇപ്പോൾ വീണ്ടും വളർന്നു വലുതായിരിക്കുന്നു. കാൽവിൻ സ്യൂട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്യൂട്ട് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. കാറ്റ് വേഗം കൂളന്റ് ചേംബർ ലോക്ക് ചെയ്ത ശേഷം എയർ ലോക്കിലേക്ക് പോകുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നതിനിടയിൽ കാറ്റ് തന്റെ ഹെൽമെറ്റിൽ വെള്ളത്തുള്ളികൾ കാണാൻ തുടങ്ങുന്നു. കാരണം ആ ഏലിയൻ സ്യൂട്ടിന്റെ കൂളന്റ് ട്യൂബ് നശിപ്പിച്ചിട്ടുണ്ട്. വെള്ളം നിറയുന്നതിനാൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാറ്റ് അതിവേഗം എയർ ലോക്കിലേക്ക് പോകുന്നു. അത്രയും ദൂരത്തേക്ക് ടെതർ എത്താൻ സാധ്യതയില്ലാത്തതിനാൽ ടെതർ അൺക്ലിപ്പ് ചെയ്ത ശേഷം കാറ്റ് എയർ ലോക്കിലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എയർ ലോക്കിന്റെ ഡോറിനരികിൽ കാറ്റ് എത്തുന്നു. പക്ഷെ അപ്പോഴേക്കും കാറ്റിന്റെ ഹെൽമെറ്റ് മുഴുവൻ വെള്ളം നിറഞ്ഞിരുന്നു. ഡേവിഡ് അതേസമയം കാറ്റിനെ സഹായിക്കാൻ സ്യൂട്ട് അണിഞ്ഞ് എയർ ലോക്കിലേക്ക് എത്തുന്നു. താൻ മരിക്കുമെന്ന് ഉറപ്പായതോടെ കാറ്റ് എയർ ലോക്കിൽ മുറുകെ പിടിക്കുന്നു. അതോടെ ഡേവിഡിന് എയർ ലോക്ക് ഡോർ തുറക്കാൻ സാധിക്കാതെ വരുന്നു. ഡേവിഡ് ആണെങ്കിൽ ലിവറിൽ നിന്നും പിടിവിടാനൊക്കെ കാറ്റിനോട് പറയുന്നുണ്ടെങ്കിലും കാറ്റ് അതൊന്നും കേൾക്കുന്നില്ല. കാൽവിൻ ISS സ്റ്റേഷനിനുള്ളിലേക്ക് കടക്കാതിരിക്കാനാണ് കാറ്റ് അങ്ങനെ ത്യാഗം ചെയ്തത്. ഒടുവിൽ ഹെൽമെറ്റ് മുഴുവൻ വെള്ളം നിറഞ്ഞ് ശ്വാസം മുട്ടി കാറ്റ് മരിക്കുന്നു. അതോടെ കാറ്റിന്റെ ബോഡി ഷിപ്പിൽ നിന്ന് ഒഴുകി ദൂരേക്ക് പോകുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ കാൽവിൻ കാറ്റിന്റെ ബോഡി ദൂരേക്ക് പോകുന്നതിന് മുന്നേ ഷിപ്പിന്റെ മുകളിലേക്ക് ചാടി കയറുന്നു. കമാൻഡർ കാറ്റ് ഇല്ലാതായതോടെ എല്ലാവരും മാനസികമായി തളരുന്നു. കാൽവിൻ ഇപ്പോഴും പുറത്തുണ്ട്. അധിക നേരം ഓക്സിജൻ ഇല്ലാതെയും വാക്വം എൻവയോൺമെന്റിലും കാൽവിന് നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഏലിയൻ എങ്ങനെയും ഷിപ്പിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കും. ഷിപ്പിനുള്ളിലേക്ക് കടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഷിപ്പിനുള്ളിലേക്ക് കടക്കാൻ ഒരേ ഒരു വഴി ഷിപ്പിന്റെ ത്രസ്റ്ററുകളാണ്. പക്ഷെ പുറത്തിരുട്ടായതിനാൽ ഏത് ത്രസ്റ്ററിലാണ് കാൽവിൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? ഷോയാണെങ്കിൽ കാൽവിനെ തടയാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കാൻ തുടങ്ങി. ഉണ്ട്, ഒരു വഴിയുണ്ട്. ത്രസ്റ്റർ സെൻസേഴ്സ്. കാൽവിൻ ഏതെങ്കിലും ത്രസ്റ്ററിൽ എത്തിയാൽ അതിന്റെ ടെമ്പറേച്ചർ മീറ്ററിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകണം. അങ്ങനെ നമുക്ക് കാൽവിനെ ട്രാക്ക് ചെയ്യാം. അങ്ങനെ കാൽവിൻ ഓരോ ത്രസ്റ്ററിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ മീറ്ററിൽ നോക്കി ആ ത്രസ്റ്റർ ഓണാക്കി അവർ കാൽവിനെ ഷിപ്പിൽ നിന്നും അകറ്റുന്നു. എന്നാൽ ത്രസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ISS സ്റ്റേഷൻ ഓർബിറ്റിൽ നിന്നും തെന്നി മാറുന്നു. അതായത് ഭൂമിയിലേക്ക് സ്റ്റേഷൻ അടുക്കുന്നു. അതോടെ ഷോയ്ക്ക് വേറെ വഴിയില്ല. ബാക്കിയുള്ള ഇന്ധനം ഉപയോഗിച്ച് ഷോ ISS സ്പേസ് സ്റ്റേഷനെ ഓർബിറ്റിലേക്ക് തിരികെ എത്തിക്കുന്നു. അല്ലെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റിയിൽപ്പെട്ട് സ്റ്റേഷൻ ഭൂമിയിൽ തകർന്നു വീഴും. അതോടെ കാൽവിൻ ത്രസ്റ്ററിലൂടെ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് വീണ്ടും എത്തുന്നു. കാൽവിന്റെ സ്പീഷീസ് മില്യൺ കണക്കിന് വർഷങ്ങൾ ചൊവ്വാഗ്രഹത്തിൽ ജീവിച്ചിട്ടുണ്ടാകാം. ചൊവ്വാഗ്രഹത്തിന്റെ അന്തരീക്ഷം ഇല്ലാതായതിനാലാവാം അവ ഹൈബർനേഷനിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം ഈ ഷിപ്പിൽ നിന്നും ഇല്ലാതായാൽ കാൽവിൻ വീണ്ടും ഹൈബർനേഷനിലേക്ക് പോകും. ഷിപ്പിലെ അന്തരീക്ഷം ഇല്ലാതാക്കുക എന്ന തീരുമാനത്തോട് എല്ലാവരും യോജിക്കുന്നു. ആവശ്യമുള്ള ഭാഗങ്ങൾ സീൽ ചെയ്തതിനു ശേഷം ബാക്കി ഭാഗങ്ങളിലെ ഓക്സിജനും മറ്റും ഷിപ്പിന് പുറത്തേക്ക് വെന്റ് ചെയ്താൽ സ്വാഭാവികമായും ഓക്സിജൻ ഇല്ലാതെ കാൽവിൻ ഹൈബർനേഷനിലേക്ക് പോകും. അങ്ങനെ ഷിപ്പിന്റെ ഓരോ ഭാഗങ്ങൾ അവർ സീൽ ചെയ്യാൻ തുടങ്ങി. സീലിംഗിലെ എക്സ്ട്രാ ലെയറുകൾ അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹ്യൂഗ് പെട്ടെന്നെന്തോ തന്റെ പരിസരത്ത് കൂടി കടന്നു പോകുന്നത് ശ്രദ്ധിക്കുന്നു. മാത്രമല്ല ഹ്യൂഗിന് പെട്ടെന്ന് വയ്യാതാകുന്നു. മിറാൻഡ ഹ്യൂഗിനെ പരിശോധിക്കുന്നു. എന്നാൽ തനിക്കൊരു കുഴപ്പവുമില്ല, ഓക്കെ ആണെന്നാണ് ഹ്യൂഗ് പറയുന്നത്. ശേഷം അവരെല്ലാവരും ഒരു ക്യാബിനിൽ ഒരുമിച്ചിരിക്കുകയും ഷിപ്പിന്റെ മറ്റ് ക്യാബിനുകളിലെ ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതെന്റെ തെറ്റാണ്, ഞാനാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. ഇത് ചിലപ്പോൾ ഹ്യൂഗിന്റെ തെറ്റായിരിക്കാം, ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കാം. പക്ഷെ അതിലെന്ത് കാര്യം? അതൊന്നും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതിന് ഒരു മാറ്റവും വരുത്തില്ല. നമ്മുടെ എല്ലാവരുടെയും തീരുമാനമായിരുന്നു ഇത്. ഈ ജീവിയെ ISSലേക്ക് കൊണ്ടുവരുന്നത് റിസ്ക് ആണെന്ന് ആദ്യം മുതലേ നമുക്കറിയാമായിരുന്നു. കാൽവിന് നമ്മളോട് ദേഷ്യമില്ല. പക്ഷെ നിലനിൽപ്പിന് വേണ്ടി ഫീഡ് ചെയ്യാൻ കാൽവിന് നമ്മളെ കൊല്ലേണ്ടതായി വരും. സ്വന്തം സർവൈവൽ മാത്രമാണ് ആ ജീവി നോക്കുന്നത്. അത് പറഞ്ഞതും ഹ്യൂഗിന്റെ ബോധം പോകുന്നു. ഹ്യൂഗിന്റെ ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറും എല്ലാം ഡ്രോപ്പ് ആകുന്നതായും കമ്പ്യൂട്ടർ കാണിക്കുന്നു. ഹ്യൂഗിന്റെ വൈറ്റൽ സ്റ്റെബിലൈസ് ആക്കുവാൻ എല്ലാവരും കൂടി ഡീഫിബ്രിലേറ്റർ എടുക്കുന്നു. പക്ഷെ അത് പല പ്രാവശ്യം ഉപയോഗിച്ചപ്പോഴാണ് അവർക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. പക്ഷെ അപ്പോഴാണ് ഹ്യൂഗിന്റെ കാലിൽ എന്തോ അനങ്ങുന്നത് മിറാൻഡ ശ്രദ്ധിക്കുന്നത്. ഹ്യൂഗിന്റെ കാലിലെ സ്യൂട്ട് മാറ്റി നോക്കിയ അവർ ഭയന്ന് പിന്മാറുന്നു. കാരണം ഹ്യൂഗിന്റെ കാല് തിന്നുകൊണ്ടിരിക്കുകയാണ് ആ ഏലിയൻ ജീവിയായ കാൽവിൻ. മിറാൻഡ ഡീഫൈബ്രിലേറ്റർ ഉപയോഗിച്ച് കാൽവിന് ഷോക്ക് കൊടുക്കുന്നു. അതോടെ കാൽവിൻ പിടിവിടുകയും അവർക്ക് നേരെ തിരിയുകയും ചെയ്യുന്നു. അപ്പോഴാണ് കാൽവിനെ അവർ ശരിക്ക് കാണുന്നതും എത്രത്തോളം അത് വലുതായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതും. കാൽവിനെ കണ്ട് അവർ 4 പാടും ചിതറി ഓടുന്നു. ഡേവിഡും മിറാൻഡയും മറ്റൊരു ക്യാബിൽ കയറി വാതിലടയ്ക്കുന്നു. കാൽവിൻ പിടിക്കുന്നതിന് മുന്നേ ഷോ ഒരു സ്ലീപ്പിംഗ് ബോർഡിൽ കയറി അതിന്റെ വാതിലടയ്ക്കുന്നു. കാൽവിൻ അല്പനേരം ഷോയെ നോക്കി നിന്ന ശേഷം അതിന്റെ ചില്ല് വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ശക്തമായതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കാൽവിൻ അവിടെ നിന്നും പോകുന്നു. അതേസമയം മിറാൻഡയും ഡേവിഡും ഹ്യൂഗിനെ
ഹ്യൂഗിന്റെ അടുക്കിലേക്ക് എത്തുന്നു. ഹ്യൂഗിന് ഇനി അധികം സമയമില്ല. മിറാൻഡ, എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാമോ എന്ന് ഹ്യൂഗ് ചോദിക്കുന്നു. മിറാൻഡയും ഡേവിഡും കൂടി ഹ്യൂഗിന്റെ ബോഡി ഉയർത്തുന്നു. അപ്പോഴേക്കും ഹ്യൂഗ് മരിക്കുന്നു. ഷിപ്പിന്റെ മുഴുവൻ സ്ട്രക്ചറും കാണിക്കുന്ന സ്ക്രീനിൽ അവർ ഒരു ബീപ്പ് ശബ്ദം കേൾക്കുന്നു. അത് പരിശോധിച്ചപ്പോഴാണ് കാൽവിൻ ഹ്യൂഗിന്റെ ട്രാക്കർ വിഴുങ്ങിയത് അവർ മനസ്സിലാക്കുന്നത്. അതായത് അവർക്ക് ഇനി കാൽവിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. കാൽവിൻ വേഗത്തിൽ സ്റ്റേഷൻ മുഴുവൻ സഞ്ചരിക്കുകയാണ്. അവസാനം ഹ്യൂഗിന്റെ രക്തത്തിന് മണം പിടിച്ച് വീണ്ടും ഹ്യൂഗിന്റെ ബോഡിക്കരികിലേക്ക് കാൽവിൻ എത്തുന്നു. ശേഷം ആ ശവശരീരം കാൽവിൻ തിന്നാൻ തുടങ്ങി. എന്നാൽ അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയ ഏലിയൻ മിറാൻഡയ്ക്ക് നേരെ തിരിയുന്നു. എന്നാൽ അപ്പോഴേക്കും ഡേവിഡും മിറാൻഡയും ആ ക്യാബിൻ ക്ലോസ് ചെയ്യുന്നു. ശേഷം കാൽവിൻ നിൽക്കുന്ന ക്യാബിന്റെ ഓക്സിജൻ പുറത്തേക്ക് തള്ളുന്നു. അതോടെ ശ്വാസം കിട്ടാതെ കാൽവിൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിലും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് മറ്റൊരു ഷട്ടിൽ ISS സ്റ്റേഷനിലേക്ക് വരുന്നതായി കമ്പ്യൂട്ടർ അലർട്ട് കാണിക്കുന്നു. അവരുടെ കമാൻഡർ ആയിരുന്ന കാറ്റ് അയച്ച മെസ്സേജുകൾ ഭൂമിയിലെത്തിയതനുസരിച്ച് അവരെ രക്ഷിക്കാൻ വരുന്ന ഷട്ടിലാണെന്നാണ് ഡേവിഡ് കരുതിയത്. അത് ഡോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാകട്ടെ നിലവിൽ കാൽവിനുള്ള ക്യാബിനിലേക്കും. ആകെ കുഴഞ്ഞു. എന്നാൽ ആ ഷട്ടിൽ അതിവേഗത്തിൽ വന്ന് ISS സ്റ്റേഷനെ തള്ളി നീക്കുകയാണ്. അവർക്കൊന്നും മനസ്സിലായില്ല ഇവരെന്താണ് ചെയ്യുന്നത്. ഡേവിഡ്, ഇത് ലാസ്റ്റ് ഫയർവാൾ ആണ്. എനിക്ക് മനസ്സിലായില്ല. അവർ നമ്മളെ രക്ഷിക്കാൻ വന്നതല്ല, അവർ നമ്മളെ ഡീപ് സ്പേസിലേക്ക് തള്ളുകയാണ്. സുരക്ഷാ കവചങ്ങളെല്ലാം തകർന്നത് ഭൂമിയിലുള്ളവർ മനസ്സിലാക്കി. എന്ത് സംഭവിച്ചാലും കാൽവിൻ ഭൂമിയിൽ എത്താൻ പാടില്ല. അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഷട്ടിൽ വരുന്നതിന്റെ പ്രോക്സിമിറ്റി അലർട്ട് ഷോ കേട്ടിരുന്നു. തങ്ങളെ രക്ഷിക്കാൻ വന്ന സ്പേസ് ഷട്ടിലാണെന്ന് കരുതി സ്ലീപ്പിംഗ് ബോർഡിൽ നിന്നും ഷോ പുറത്തേക്ക് ഇറങ്ങുന്നു. ശേഷം കാൽവിനുള്ള ചേംബറിലൂടെ ഡോക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് ഷോ. എന്നാൽ കാൽവിൻ അവിടെയുള്ള കാര്യം ഷോ മനസ്സിലാക്കുന്നില്ല. ഇത് കാണുന്ന മിറാൻഡയും ഡേവിഡും ഷോയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ വയർലെസ് മുഖേന ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കണക്ഷൻ ലഭിക്കുന്നില്ല. പക്ഷെ അവർ വൈകിപ്പോയിരുന്നു. പുറത്തെത്തിയ ഷട്ടിലിൽ കയറാൻ ഡോർ ഹാച്ച് തുറക്കുകയായിരുന്ന ഷോയുടെ പുറകിൽ കാൽവിൻ എത്തുന്നു. ഹാച്ച് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ISSുമായി ആ ഷട്ടിലിനുള്ള കണക്ഷൻ തകരാറിലാവുകയും ആ ഭാഗം ഡീകംപ്രസ് ആകുവാനും തുടങ്ങി. അതോടെ ആ ക്യാബിൽ നിന്നും എയർ പുറത്തേക്ക് തള്ളുവാൻ തുടങ്ങി. ആ ശക്തിയിൽ ഷോ പുറത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. പക്ഷേ കാൽവിൻ അതേസമയം ഷോയുടെ ശരീരത്തിലേക്ക് കയറുന്നു. മിറാൻഡയാണെങ്കിൽ ഷോയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മുകളിലേക്ക് കയറി കാൽവിൻ ഷോയുടെ കയ്യിലെത്തി. കാൽവിൻ ഷിപ്പിലേക്ക് കയറാതിരിക്കാൻ ഷോ മിറാൻഡയുടെ കയ്യിൽ നിന്നും പിടിവിടുന്നു. അങ്ങനെ ഷോ ഷിപ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പക്ഷെ അതോടൊപ്പം പുറത്തേക്ക് പോയ കാൽവിൻ എങ്ങനെയോ വീണ്ടും സ്റ്റേഷനിലേക്ക് എത്തി. ശേഷം വശങ്ങളിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വരാൻ തുടങ്ങി. അതിപ്പോൾ മിറാൻഡയുടെ പുറകെയാണ്. എന്നാൽ മിറാൻഡയെ പിടികൂടുന്നതിന് മുന്നേ തന്റെ കയ്യിലുള്ള ടൂൾ ഉപയോഗിച്ച് അവൾ കാൽവിനെ അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കുന്നു. ശേഷം മിറാൻഡയും ഡേവിഡും കാൽവിൻ എത്തുന്നതിന് മുന്നേ ക്യാബിന്റെ വാതിൽ അടയ്ക്കുന്നു. അവർ സ്റ്റേഷന്റെ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ISSുമായി കണക്ട് ചെയ്ത ഷട്ടിലിന്റെ കണക്ഷൻ പൂർണ്ണമായി ബ്രേക്ക് ആകുകയും ഷട്ടിൽ ISS സ്റ്റേഷനിൽ വന്നിടിച്ച് പല ഭാഗങ്ങളും തകരുകയും ചെയ്യുന്നു. അതോടെ ISS സ്റ്റേഷന് നല്ല രീതിയിൽ കേടുപാടുകൾ ഉണ്ടാകുന്നു. CPU ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നു. അതൊരു അത്ഭുതം തന്നെയാണ്. ലൈഫ് സപ്പോർട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല താപനില പെട്ടെന്ന് താണുകൊണ്ടിരിക്കുന്നു. എനിക്കറിയില്ല സ്റ്റേഷനിലെ അന്തരീക്ഷം എവിടെയൊക്കെയോ വഴി പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ അതിലും വലിയ പ്രശ്നം എന്തെന്നാൽ സ്റ്റേഷൻ ഭൂമിയിൽ നിന്നും അകന്നു പോകേണ്ടതിന് പകരം ഇപ്പോൾ ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനും ഷട്ടിലും തമ്മിലുണ്ടായ കൂട്ടിയിടിയിലും മറ്റും ISS സ്റ്റേഷന്റെ ഓർബിറ്റ് മാറുകയും ഗ്രാവിറ്റി മൂലം ഭൂമിയിലേക്ക് പോവുകയുമാണ്. 39 മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റേഷൻ ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തും. ആവശ്യത്തിന് ഇന്ധനമില്ലാത്തതിനാൽ വീണ്ടും ഓർബിറ്റിലേക്ക് എത്താനും സാധിക്കില്ല. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. കാൽവിൻ ഭൂമിയിലെത്തിയാലുള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയേ വേണ്ട. ആ ഷിപ്പിനുള്ളിലെ തണുപ്പ് കൂടി തുടങ്ങി. ഓക്സിജനും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷോയുടെ മകൾക്ക് വേണ്ടി കാറ്റ് നൽകിയ സ്റ്റോറി ബുക്ക് ഡേവിഡ് വായിക്കുന്നു. അതിലെ ഗുഡ് നൈറ്റ് എയർ എന്നൊരു വാചകം വായിച്ച ഡേവിഡിന് ഒരു ഐഡിയ തോന്നുന്നു. സർവൈവ് ചെയ്യണമെങ്കിൽ കാൽവിന് ഓക്സിജൻ കൂടിയേ തീരൂ. ഷിപ്പിൽ മുഴുവൻ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ കാൽവിൻ ഓക്സിജൻ ഉള്ള സ്ഥലത്തേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ കാൻഡിൽസ് ഉപയോഗിച്ച് കാൽവിനെ ഒരു എസ്കേപ്പ് പോഡിലേക്ക് ആകർഷിക്കാം. ഷിപ്പിൽ 2 എസ്കേപ്പ് പോഡുകളുണ്ട്. പോഡ് A ആൻഡ് പോഡ് B. പോഡ് Bയിൽ മിറാൻഡ കയറണം. എസ്കേപ്പ് പോഡിന്റെ ട്രജക്ടറി ഭൂമിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോ പൈലറ്റ് സേഫായി മിറാൻഡയുമായി ഭൂമിയിൽ ലാൻഡ് ചെയ്തോളും. പോഡ് എയിൽ ഡേവിഡ് കയറുകയും ഓക്സിജൻ ക്യാൻഡിൽ ഉപയോഗിച്ച് കാൽവിനെ അതിലെത്തിക്കുകയും ചെയ്യും. ശേഷം ഓട്ടോ പൈലറ്റ് ഓഫാക്കി മറ്റൊരു ട്രജക്ടറി സെറ്റ് ചെയ്ത് ഭൂമിയിൽ നിന്നും ദൂരേക്ക് ഡീപ് സ്പേസിലേക്ക് പോകും. അങ്ങനെ കാൽവിൻ ഭൂമിയിൽ എത്തുന്നത് തടയാം. പക്ഷെ ഡേവിഡ് സ്വയം ത്യാഗം ചെയ്യുന്നത് മിറാൻഡയ്ക്ക് സഹിച്ചില്ല. ഞാനൊരു പൈലറ്റാണ്, ഭൂമിയേക്കാൾ എനിക്ക് എന്നും ഇഷ്ടം സ്പേസ് ആണെന്ന് ഡേവിഡ് പറയുന്നു. ശേഷം അവർ രണ്ടുപേരും സ്പേസ് സ്യൂട്ട് അണിയുന്നു. ഡേവിഡ് ആണെങ്കിൽ എസ്കേപ്പ് പോഡ് എയിലേക്കുള്ള വഴിയിൽ ഓക്സിജൻ ക്യാൻഡിൽസ് ഓണാക്കി സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഡേവിഡ് പോകുന്ന വഴിയിൽ പെട്ടെന്ന് കാൽവിൻ വരികയും ഡേവിഡിന്റെ ഓക്സിജൻ ക്യാൻഡിലിൽ ചുറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ക്യാൻഡിൽ കത്തിച്ചുകൊണ്ട് ഡേവിഡ് വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ശേഷം ഓരോ ഭാഗത്തും ഓക്സിജൻ ക്യാൻഡിൽ വെച്ച് ഡേവിഡ് കാൽവിനെ ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ഡേവിഡ് എസ്കേപ്പ് പോഡ് എയിലേക്ക് എത്തുന്നു. ശേഷം പോഡ് ഓണാക്കുന്നതിനിടയിൽ കാൽവിൻ വേഗം അവിടെ എത്തി ഡേവിഡിന്റെ സ്യൂട്ടിൽ ചുറ്റിപ്പിടിക്കുന്നു. എന്നാൽ ഡേവിഡ് അടുത്ത ഓക്സിജൻ ക്യാൻഡിൽ ഓണാക്കിയതും കാൽവിൻ അതിനെ ചുറ്റിപ്പിടിക്കുന്നു. ഈ അവസരം ഉപയോഗിച്ച് ഡേവിഡ് പോഡിന്റെ വാതിൽ അടയ്ക്കുന്നു. ഡേവിഡ് സിഗ്നൽ കൊടുത്തതും മിറാൻഡ പോഡ് ബിയിലേക്ക്
കയറുന്നു. എസ്കേപ്പ് പോഡുകൾ സ്റ്റേഷനിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പോകാൻ തുടങ്ങി. എന്നാൽ ISS സ്റ്റേഷന്റെ അവശിഷ്ടങ്ങളുമായി കൂട്ടിയിടിച്ച് മിറാൻഡയുടെ പോഡിന് കേടുപാടുകൾ സംഭവിക്കുന്നു. മിറാൻഡ എന്ത് ചെയ്തിട്ടും പോഡിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു. മാനുവലായി മറ്റൊരു ദിശയിലേക്ക് സഞ്ചാരപാത സെറ്റ് ചെയ്ത് പോഡ് കൺട്രോൾ ചെയ്തിരുന്ന ഡേവിഡിന്റെ കൈകളിൽ അതിബുദ്ധിമാനായ കാൽവിൻ ചുറ്റിപ്പിടിക്കുന്നു. അതോടെ ഡേവിഡിനും പോഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അടുത്ത സീനിൽ ഒരു എസ്കേപ്പ് പോഡ് ദൂരെ ഡീപ് സ്പേസിലേക്കും മറ്റൊരു പോഡ് ഭൂമിയിലെ സമുദ്രത്തിലും ലാൻഡ് ചെയ്യുന്നു. അതേസമയം കടലിലുണ്ടായിരുന്ന ഒരു കൂട്ടം മീൻപിടുത്തക്കാർ ഇത് കാണുകയും സ്പേസ് ഷട്ടിലിന്റെ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഭൂമിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഡേവിഡും ഡീപ് സ്പേസിലേക്ക് പോയത് മിറാൻഡയുമാണെന്ന്. അതേസമയം താനാണ് ഡീപ് സ്പേസിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കിയ മിറാൻഡ എസ്കേപ്പ് പോഡിലിരുന്ന് അലറി കരയുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, മിറാൻഡയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭൂമിയിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല എന്നവർ വിശ്വസിച്ച കാൽവിൻ ഇപ്പോൾ ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക? ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നറിയില്ല. എന്നിരുന്നാലും മനുഷ്യവംശത്തെ നശിപ്പിക്കാൻ പോകുന്നവനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഏലിയൻ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ പ്രേക്ഷകരെ ഒന്നടങ്കം ഷോക്കാക്കിക്കൊണ്ട് ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.